ഇപ്പോൾ നമ്മൾ പറയില്ല അഡിഡാസിൻ്റെ അബിബാസ് വരുന്ന പോലെ അഭിരാമത്തിന് ഇഷ്ടം പോലെ കോപ്പീസ് ആളുകൾ വിൽപ്പന നടത്തുന്നുണ്ട്. ഈ ഡ്യൂപ്ലിക്കേഷൻസ് വല്ലാതെ വരുന്നുണ്ട്. അഭിരാമം ഇറങ്ങിയതിന് ശേഷം ഒരുപാട് ഇൻസ്റ്റാ പേജുകളിലും കാര്യങ്ങളിലും ഒക്കെ നമ്മൾ ഈ സെറ്റും മുണ്ടും ഈ പുളിയിലക്കരയാണെങ്കിൽ തന്നെ അത് വീണ്ടും ആൾക്കാർ ഇപ്പം സെല്ല് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടാവും. നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയും അത് തന്നെയാണ്. കാരണം അഭിരാമം നല്ല പ്യുവർ കോട്ടൺ ത്രെഡുകളിൽ നമ്മൾ അതൊരു പ്രീമിയം പ്രൊഡക്റ്റായിട്ട് വിൽക്കുമ്പോൾ അതുപോലെ തന്നെ അത് പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളത് വെറുതെ പ്രിൻ്റ് ചെയ്ത് കൊടുക്കല്ല. പ്രിൻറ്റിങ്ങിന് ശേഷം ക്യൂർ ചെയ്ത്, അതായത് ചായം പോവാത്ത രീതിയിലാക്കി അതിനെ പ്രോസസ്സ് ചെയ്ത് ഏറ്റവും നല്ല ബ്രീത്തബിൾ ആയിട്ടുള്ള ആ ഒരു കോട്ടൻ്റെ ആ റഫ്നെസ് ഒഴിവാക്കി ഫൈൻ ക്വാളിറ്റിയിൽ സ്മൂത്ത് ഫിനിഷിങ്ങിലൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ ഓൺലൈനിൽ കാണുമ്പോൾ രണ്ടും ഒരുപോലെയാണ് ഇരിക്കുക. അവിടെ നമ്മൾ പങ്കുവയ്ക്കുന്നത് വീഡിയോ ആൻഡ് ഫോട്ടോസാണ്. ഫോട്ടോസിൽ ഒരിക്കലും ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഒന്നും കമ്മ്യൂണിക്കേറ്റ് ആവുന്നില്ലല്ലോ, ഒരു പരിധി ഉണ്ട് അതിന്. അപ്പോൾ ഇതേ പ്രൊഡക്റ്റിൻ്റെ തന്നെ ഇപ്പോൾ നമ്മൾ പറയില്ല അഡിഡാസിൻ്റെ അബിബാസ് വരുന്ന പോലെ അഭിരാമത്തിന് ഇഷ്ടം പോലെ കോപ്പീസ് ആളുകൾ വിൽപ്പന നടത്തുന്നുണ്ട്. അപ്പോൾ ഇനീഷ്യലി എനിക്കത് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. നമ്മുടെ എല്ലാ ഡിസൈൻസും കോപ്പി ചെയ്യും, അതും ലോ ക്വാളിറ്റിയിൽ പോളിസ്റ്റർ ത്രെഡിൽ ചെയ്തിട്ട് അതുപോലെ തന്നെ ഇറക്കും. അപ്പോൾ നമുക്ക് അതിന് ഒരു പരിധി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ല, അതിങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് ഈ ഒരു മാർക്കറ്റിൻ്റെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക മാത്രമാണ് നമുക്ക് നിവർത്തിയുള്ളൂ. കാരണം ഈ ഫാഷൻ ഇൻഡസ്ട്രിയിലെ കോപ്പിംഗ് എന്ന് പറയുന്നത് വളരെ വലിയ ബ്രാൻഡുകളും നേരിടുന്ന ഒരു പ്രതിസന്ധി തന്നെയാണ്.